ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ലെവൽ 28 നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനത്തിൽ തീ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഉടനെ വാഹനം റോഡിന്റെ വശത്തേക്ക് മാറ്റുക, എഞ്ചിനും എല്ലാ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും ഓഫാക്കി എല്ലാ യാത്രക്കാരെയും ഇറക്കി നിർത്തി മണലോ അല്ലെങ്കിൽ കട്ടിയുള്ളതോ ആയ തുണി കൊണ്ട് തീ അണക്കാൻ ശ്രമിക്കുക. ബി. ഉടനെ വാഹനം റോഡിന്റെ വശത്തേക്ക് മാറ്റുക, എഞ്ചിൻ ഓഫ് ചെയ്യുക, എല്ലാ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും കത്തുന്ന വയറുകളും വെള്ളമൊഴിച്ച് തീ കെടുത്തുക, അഗ്നിശമന സേനയെ വിളിക്കുകയല്ലാതെ ഒന്നും ചെയ്യരുത്. അഗ്നിശമന സേന വരുന്നത് വരെ വാഹനം റോഡിലിടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് ചില ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ സെലക്ട് ചെയ്തു. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ആവശ്യത്തിലധികം സമയം ക്ലച്ചിൽ കാൽ വെച്ച് വാഹനം ഓടിക്കരുത്, കാരണം എന്താണ്? രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. ഓപ്ഷൻസ്: വാഹനത്തിന്റെ നിയന്ത്രണം കുറക്കുന്നു, പെട്ടെന്ന് ക്ലച്ച് തേയ്മാനം സംഭവിക്കുന്നു, ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം: വാഹനത്തിന്റെ ചോക്കിന്റെ ചുമതല എന്താണ്? ഓപ്ഷൻസ്: എയർ ഇന്ധന മിശ്രിതത്തിൽ ഇന്ധനത്തിന്റെ അളവ് കൂട്ടുക, എയർ ഇന്ധന മിശ്രിതത്തിൽ വായുവിന്റെ അളവ് കൂട്ടുക, എയർ ഇന്ധന മിശ്രിതത്തിന്റെ ജലത്തിന്റെ സാന്നിധ്യം ഒഴിവാക്കുക, വായു സമ്മർദ്ദം കൂട്ടുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? മറ്റൊരു വ്യക്തിയുടെ പരിക്ക്, മറ്റൊരാളുടെ വസ്തുവകകൾക്കുള്ള നാശനഷ്ടങ്ങൾ, മറ്റു വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, മുകളിൽ പറഞ്ഞവയെല്ലാം തേർഡ് പാർട്ടിയിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. അഞ്ചാമത്തെ ചോദ്യം: കനത്ത മഴയ്ക്ക് ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് ദൂരം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻസ്: വലിയ കുഴികൾ കാണാൻ കഴിയില്ല, ബ്രേക്കുകൾ നനഞ്ഞതിനാൽ തെന്നിപ്പോകുന്നു, ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവാണ്, വിൻസ്ക്രീനിലെ വെള്ളം നിങ്ങളുടെ മുന്നിലുള്ള കാഴ്ചയെ മറക്കുന്നു, റോഡിന്റെ കാഴ്ചയെ മറക്കുന്നു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവാണ്. ആറാമത്തെ ചോദ്യം: നിങ്ങളുടെ വാഹനം ലോഡ് ചെയ്യുമ്പോൾ ലോഡാകും എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. സുരക്ഷിതമായ രീതിയിൽ എളുപ്പത്തിൽ കയറ്റാം, കേടുപാടുകൾ വരുത്തരുത്, വാഹനത്തിന് കേടുപാടുകൾ വരുത്തരുത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം: ഒരു കാൽനട യാത്രക്കാരൻ റോഡിൽ വെളുത്ത വടിയുമായി നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഓപ്ഷൻസ്: ഭിന്നശേഷിക്കാരൻ, ബധിരൻ, പ്രായമായവർ, അന്ധൻ. വെളുത്ത വടിയുമായിട്ട് നിൽക്കുന്നത് കണ്ടാൽ അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം: ഡ്രൈവിംഗ് സമയത്ത് നിങ്ങൾ റോഡ് പണി നടക്കുന്നതായും ഒരു താൽക്കാലിക പരമാവധി വേഗപരിധി അടയാളം കാണുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രം അടയാളം പാലിക്കുക, എല്ലാ സമയത്തും അടയാളം പാലിക്കുക, പാതകൾ ഇടുങ്ങിയതാണെങ്കിൽ അടയാളം പാലിക്കുക, രാത്രി സമയങ്ങളിൽ അടയാളം പാലിക്കുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു ട്രെയിലർ മറികടക്കുന്നത് കാർ കടന്നു പോകുന്നതിനേക്കാൾ അപകട സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട്? ട്രെയിലറുകൾ കാറുകളെക്കാൾ നീളമുള്ളത്, ട്രെയിലറുകൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയേക്കാം, ട്രെയിലറുകളുടെ ബ്രേക്കുകൾ അത്ര മികച്ചതല്ല, ട്രെയിലറുകൾ കൂടുതൽ സാവധാനത്തിൽ കുന്നുകൾ കയറുന്നു. ഓവർടേക്കിൻ്റെ കാര്യം കേട്ടോ. അപ്പം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഈ കാരണം കൊണ്ടാണ് അപകട സാധ്യതയുള്ളത്. പത്താമത്തെ ചോദ്യം: വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈവർ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: രജിസ്ട്രേഷൻ നമ്പർ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, ടയറിൻ്റെ പ്രഷർ, വീൽ നട്ട് എന്നിവ ശരിയായ രീതിയിലാണോ എന്നും, ഇന്ധനം, കൂളന്റ് അല്ലെങ്കിൽ ഓയിൽ ചോർച്ച എന്നിവ പരിശോധിക്കണം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇത് നമുക്ക് ഉത്തരം വരുന്നത് 3 കാര്യങ്ങളും പരിശോധിക്കണം. 11. വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഓപ്ഷൻസ്: റോഡിന്റെ അവസ്ഥ, കാലാവസ്ഥ, വാഹനത്തിന്റെ തരം, ട്രാഫിക് അവസ്ഥ, നിങ്ങളുടെ സ്വന്തം കഴിവ്, ഏകാഗ്രത. മുകളിൽ പറഞ്ഞവയെല്ലാം. ചിലതൊക്കെ നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് മുകളിൽ പറഞ്ഞവ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം.
12 മറ്റൊരു വാഹനം നിങ്ങളുടെ വാഹനത്തെ മറികടക്കുമ്പോൾ നിങ്ങൾ ചെയ്യരുത് എന്ത്? ഇൻഡിക്കേറ്റർ ഇടണം, നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം, ഹെഡ്ലൈറ്റ് ഉപയോഗിക്കണം, നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം. വാഹനത്തിൽ അമിതഭാരം ഇല്ലെന്ന് ഉറപ്പാക്കാൻ ആരാണ് ഉത്തരവാദി? ഉറപ്പാക്കാൻ ഓപ്ഷൻസ്: യാത്രക്കാർ, ലോഡ് കയറ്റുന്ന ആൾ, വാഹനത്തിൻ്റെ ഡ്രൈവർ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വാഹനത്തിൻ്റെ ഡ്രൈവറാണ്. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. 14 വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന ഏത് റോഡ് ഉപയോക്താവിനാണ് അപകട സാധ്യതയുള്ളത്? സൈക്കിൾ യാത്രക്കാർ, കാൽനട യാത്രക്കാർ, ഇരുചക്ര വാഹന യാത്രക്കാർ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാതെ തന്നെ പറയാൻ പറ്റും. എല്ലാവർക്കും അപകട സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. 15 കനത്ത മഴയിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റിയറിംഗ് പെട്ടെന്ന് ഫ്രീ ആയി അനുഭവപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഓപ്ഷൻസ്: വാഹനം റോഡിൻ്റെ വശത്തേക്ക് ഓടിക്കുക, വാഹനം മൃദുവായി ആക്സിലറേഷൻ ചെയ്യുക, വേഗത കുറയ്ക്കാൻ ശക്തമായി ബ്രേക്ക് ചെയ്യുക, വാഹനത്തിൻ്റെ ആക്സിലറേഷൻ നിർത്തുക. ഇതിൻ്റെ ഉത്തരം എന്താണ്? വാഹനത്തിൻ്റെ ആക്സിലറേഷൻ നിർത്തുക. 16 നനഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു വലിയ വാഹനത്തെ പിന്തുടരുമ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ വെള്ളത്തിൻ്റെ സ്പ്രേ കാരണമായി നിങ്ങളുടെ കാഴ്ച മറക്കുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നതുവരെ വാഹനം പുറകിലേക്കാക്കുക, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ പൂർണ്ണ തെളിച്ചത്തിൽ ഇടുക, വലിയ വാഹനത്തിലേക്ക് ചേർത്ത് വാഹനം വെള്ളത്തിൻ്റെ സ്പ്രേ അടിക്കാതെ രൂപത്തിൽ വാഹനം ഓടിക്കുക, വാഹനത്തിൻ്റെ വേഗത കൂട്ടുക, വേഗത്തിൽ മറികടക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 17 നിങ്ങൾ മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് നന്നായി അകലം പാലിക്കേണ്ടത്? ഓപ്ഷൻസ്: പെട്ടെന്ന് ദിശ മാറുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, ഫോഗ് ലൈറ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, പെട്ടെന്ന് നിർത്തുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ, ബ്രേക്ക് ലൈറ്റുകൾ സദാ കത്തുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 18 വായുമലിനീകരണം ദോഷമുണ്ടാക്കുന്നത് ആർക്കൊക്കെയാണ്? മനുഷ്യർക്ക്, സസ്യങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അപ്പോൾ വണ്ടികളിൽ നിന്ന് എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാകുക? പുക കാരണം അല്ലേ? പുറത്തുവിടുന്ന പുക, വാഹനത്തിൽ നിന്ന് പുറത്തുവിടുന്ന പുക അന്തരീക്ഷത്തിലൊക്കെ കലർന്നിട്ട് വായുമലിനീകരണം ഉണ്ടാകും. ഓക്കെ. 19ാമത്തെ ചോദ്യം: വാഹനത്തിൻ്റെ വീലുകൾ ശരിയായി ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാഹനം വലത്തോട്ട് വലിച്ചു പോകും, ഇടത്തോട്ട് വലിച്ചു പോകും, സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ ആകും, മുകളിൽ പറഞ്ഞവയല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലേ? അപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ വൈബ്രേഷൻ ആകും എന്നാണ് ഉത്തരം. ഈ ഒരു 28ാമത്തെ ലെവലിലെ അവസാനത്തെ ചോദ്യം: എപ്പോഴാണ് ഒരു ഡ്രൈവർ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റൊരാൾക്ക് വായ്പയായി നൽകേണ്ടത്? ഓപ്ഷൻസ്: ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത്, ഒരു സമയത്തും നൽകാൻ പാടില്ല, ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ആ വ്യക്തിയെ അദ്ദേഹത്തിന് നന്നായി അറിയാമെങ്കിൽ. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഒരു സമയത്തും നൽകാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ 28ാമത്തെ ലെവൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് 27 ലെവൽ വരെ ചെയ്തിട്ടുമുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ MVD ലീഡ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് 27ാം ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ 2 മോക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.